പ്രിയമുള്ളവരെ, ഇന്ന് ആൽഫ ഇൻസ്പയേഴ്സ് 21 എന്ന നമ്മുടെ ചാനലിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായകനും നിരൂപകനും ഗവേഷകനുമൊക്കെയായ ശ്രീ വഹീദ് മണ്ണാർക്കാടാണ്. അദ്ദേഹവുമായി മാപ്പിളപ്പാട്ടിൻ്റെ ആനുകാലിക സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ പഴയകാല മാപ്പിളപ്പാട്ടുകളും മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രവും അടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. വഹീദ് മണ്ണാർക്കാടിനെ സ്നേഹപൂർവ്വം ആൽഫ ഇൻസ്പയേഴ്സ് 21 ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വഹീദ് സാർ, നമസ്കാരം. ആൽഫ ഇൻസ്പയേഴ്സ് 21 എന്ന ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മാപ്പിളപ്പാട്ടും അതിനോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും വഹീദ് മാഷോട് ചോദിക്കാനുള്ളൊരു തയ്യാറെടുപ്പോടു കൂടിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്താണ് ആദ്യത്തെ ചോദ്യം, എന്താണ് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ, തനത് മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഏത് രീതിയിലുള്ളതാണ്, എങ്ങനെയൊക്കെയുള്ളതാണോ എന്ന് വിശദീകരിക്കാൻ പറ്റും? മാപ്പിളപ്പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഉൽപ്പന്നം. മഹത്തായ മാപ്പിള സാഹിത്യ ചരിത്രം, മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ ആബു സാഹിബ്, കെ അബ്ദുൽ കരീം സാഹിബ് ഇവരൊക്കെ രചിക്കുന്നുണ്ട്. ഇതിലൊക്കെ പറയുന്നത് മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ 400, 500, 600 വർഷങ്ങളോളം ഉള്ള ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് നമ്മൾ മാപ്പിളമാർ. അപ്പം മാപ്പിളമാരുടെ ഒരു സംഗീത സാഹിത്യ സൃഷ്ടിയാണ് സാധാരണ മാപ്പിളപ്പാട്ട് എന്ന് പറയുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് പിന്നെ വഹീദ് മാഷ് മാപ്പിളപ്പാട്ട് വേദികൾ ജഡ്ജായിട്ടും അതുപോലെ തന്നെ ഒരു പിന്നെ കലോത്സവ വേദികളിൽ ഒരുപാട് വേദികളിൽ കുട്ടികളെ ട്രെയിൻ ചെയ്തിട്ടും അതുപോലെ തന്നെ പിന്നെ ജഡ്ജായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കുട്ടികളിലേക്ക് തനത് മാപ്പിളപ്പാട്ടുകളായിട്ട് കുട്ടികൾ കലോത്സവത്തിന് വരുമ്പോൾ എന്താണ് ആ ഒരു പിന്നെ മേഖലയിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഒരു പിന്നെ ഉപദേശം അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? മാപ്പിളപ്പാട്ടുകൾ അതൊരു വലിയ ശൃംഖലയാണ്. അപ്പോൾ അതിൽ നിന്നും കുട്ടികൾ മാപ്പിളപ്പാട്ട് മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് ചെറിയ ഒരു ഭാഗം പാട്ടുകൾ മാത്രമാണ് ഈ മത്സര രംഗത്തേക്ക് വരാറുള്ളത്. മാപ്പിളപ്പാട്ട് എല്ലാ അർത്ഥതലങ്ങളിലും ഒക്കെ മാപ്പിളപ്പാട്ട് രചനകളുണ്ട്. ഇതിൽ ഒരു തനത് പാട്ടെന്ന് പറയുമ്പോൾ കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമേൽ കമ്പി, അതിൻ്റെ പ്രാസ നിയമങ്ങളാണ്. എല്ലാ സാഹിത്യത്തിനും അല്ലെങ്കിൽ എല്ലാ കാവ്യങ്ങൾക്കും അവരുടേതായ ഒരു രചന ഉണ്ടാവും, അതിനൊരു നിയമങ്ങൾ ഉണ്ടാവുമല്ലോ. മാപ്പിളപ്പാട്ടിൽ ഇതിൻ്റെ രചനയ്ക്ക് പറയുന്ന പേരാണ് കമ്പി, കഴുത്ത്, വാൽക്കമ്പി, വാലുമേൽ കമ്പി. ഈ രചന നിയമങ്ങൾ പാലിച്ചുകൊണ്ട് എഴുതിയ എല്ലാം നമ്മൾ മാപ്പിളപ്പാട്ട് അംഗീകരിക്കാറുണ്ട്. പിന്നെ ഇത് ഒരു 1800 കാലഘട്ടങ്ങളിലേക്ക് മാപ്പിളപ്പാട്ടിൻ്റെ വളർച്ച ഓരോ കാലഘട്ടങ്ങളിലും ഓരോന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 1610, 1609 ആ കാലഘട്ടത്തിലാണ് മുഹിയുദ്ദീൻ മാല എന്നുള്ള മാപ്പിളപ്പാട്ടിൻ്റെ ആദ്യത്തെ കൃതി വരുന്നത്. ഇതിലെ ഭാഷ എന്ന് പറയുന്നത് ഏറെക്കുറെ ഒരു മലയാളീകരിച്ച ഭാഷ തന്നെയായിരുന്നു. അതായത് മലയാളത്തിലെ കാകളി വൃത്തത്തോട് സാമ്യമുള്ള യമൻകെട്ട് എന്നുള്ള മാപ്പിളപ്പാട്ടിൻ്റെ വിഷയത്തിൽ എഴുതപ്പെട്ട സംഭവമാണ് 155 വരികളുള്ള മുഹിയുദ്ദീൻ മാല. അത് ഖാളി മുഹമ്മദ് എന്ന ആളാണ് എഴുതുന്നത്. അതിൽ യമൻകെട്ട് എന്നാണ് അതിന് മലയാളം അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിലെ വിഷലിൻ്റെ പേര്. മലയാളത്തിൽ അതിൽ കാകളി വൃത്തം. ഞാൻ വൃത്തത്തിൻ്റെ സാമ്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. പേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ ആലം ഉടയവൻ ഏകല്ലരുളാലേ ആയേ മുഹമ്മദ വർക്കിളയാണോ. ഇനി കാകളി വൃത്തത്തിൻ്റെ ഒരു പദ്യം ഞാൻ 4ാം ക്ലാസ്സിൽ പഠിച്ചൊരു പദ്യമാണ്. സത്വരം ലോക മനോഹരമായുള്ള ചിത്തിര. അതേപോലെ തന്നെ മറ്റൊന്ന് നാളെ പുലർക്കാലെ പോകുന്നതുണ്ടോ
ഞാൻ നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ ഞാനും ഭവാനുമാരും ദേവിയും നാനാപുരവാസി ഗളുമാമത്തേരും. വൃത്തത്തിലാണ് അതിനെ മുഹ്യിദ്ദീൻ. പണ്ട് മാപ്പിളപ്പാട്ടുകളൊക്കെ പിന്നെ കവികൾ എഴുതിയിരുന്ന ഈ വൃത്തം വെച്ചിട്ടായിരുന്നു. ഈ വൃത്തം ഉൾക്കൊണ്ടുകൊണ്ട മാത്രമാണ് എഴുതിയിട്ടുള്ളത്, അതോ അബ്സ്ട്രാക്റ്റ് ആയിട്ട് അതിൻ്റെ അപ്പുറത്തേക്കുള്ള കവികളും ഉണ്ടായിരുന്നു അക്കാലത്ത്? അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ, അതായത് മാപ്പിളപ്പാട്ടിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന മുഹ്യിദ്ദീൻ മാല 1607 അത് പ്രസിദ്ധീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 1700 കാലഘട്ടങ്ങളിൽ പിന്നെ വരുന്നത് കുഞ്ഞായി മുസ്ലിയാർ എന്നുള്ള ഒരു പണ്ഡിതനും നമ്മുടെ മങ്ങാട്ടച്ചൻ കഥയുള്ള രസിക ശിരോമണി. അദ്ദേഹം ഈ പഴയ എന്താ പറയുക, നമ്മുടെ രാജകുടുംബത്തിൽ ജോലി ഉണ്ടായിരുന്നു പറയപ്പെടുന്നത്, നമ്മുടെ സാമൂതിരി കുടുംബത്തിലാണ് പോകുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നൂൽമാല, കപ്പപ്പാട്ട്, ഈ 2 ഗ്രന്ഥങ്ങളാണ് പിന്നീട് മാപ്പിളപ്പാട്ട് വരുന്നത്. ഇതിൻ്റെ ഗ്യാപ്പിൽ ഒരു 100 വർഷത്തെ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അതിൽ നല്ല ഗ്രന്ഥങ്ങളൊന്നും ആരും രചിക്കപ്പെട്ടതായിട്ട് നല്ല കാലഘട്ടങ്ങളിൽ ആരും ഇല്ല എന്നല്ല, പക്ഷെ നമുക്ക് മുമ്പിൽ അത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല. അതാണ് സംഭവം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന 1800 മാപ്പിള മഹാകവി മർഹൂം മോയിൻകുട്ടി വൈദ്യരും, അദ്ദേഹം 40 വയസ്സ് വരെയാണ് ജീവിച്ചത്, 39 വയസ്സ് വരെയാണ് ജീവിച്ചത്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള കുറച്ച് മാപ്പിള കവികളും എഴുതപ്പെട്ട അല്ലെങ്കിൽ രചിക്കപ്പെട്ടതൊരു സങ്കര ഭാഷയെ, അറബി മലയാളം, ഉറുദു. അറബി മലയാളം എന്ന് പറയുമ്പോൾ അറബിയിലും ഈ ഒരു പാട്ട് രചിച്ചു വരുമ്പോൾ ആ ഭാഗത്തേക്ക് കറക്റ്റ് ആപ്റ്റ് ആവുന്ന വാക്ക് തമിഴാണെങ്കിൽ തമിഴ്, മലയാളമാണെങ്കിൽ മലയാളം, അത് പ്രയോഗിച്ചു. അതാണ് സാധാരണ അതൊരു സങ്കര ഭാഷ എന്ന് പറയുന്നത്. എന്നാൽ അത്ര തന്നെ സങ്കര ഭാഷകള് ഈ മുഹ്യിദ്ദീൻ മാലയിലോ അതേപോലെ മറ്റേ കപ്പപ്പാട്ടിലോ ഉപയോഗിച്ചു കണ്ടിട്ടുണ്ട്. അതേ മറ്റേ കണ്ടിട്ടുണ്ട്. അതില് മുഹ്യിദ്ദീൻ മാലയിൽ 1 മുതൽ 155 വരെയുള്ള വരികളും ഒരേ ട്യൂണിലാണ്. എന്നാൽ മൊയ്ൻകുട്ടി വൈദ്യരുടെയൊക്കെ ബദർ പടപ്പാട്ടായാലും ഉഹുദ് പടപ്പാട്ടായാലും ബദറുൽ മുനീർ റുസുൽ ജമാലായാലും ഇതിലൊക്കെ ഓരോരോ പാട്ടുകളെ പ്രത്യേകം കുറേ ഈശ്വരികൾ കൊടുത്തിട്ടാണ് രചിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ മാറ്റം. മാപ്പിളപ്പാട്ട് പിന്നെ ഷാജാന ശൈലിയിൽ ഒരുപാട് പാട്ടുകൾ വൈദ്യമാഷ് പാടുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഏറ്റവും ഇഷ്ടപ്പെട്ട വൈദ്യമാഷ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങൾ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടുകളാണ് ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ഈ മത്സര മാപ്പിളപ്പാട്ട് അല്ലത്, അതും ഒരു സെക്ഷനാണ്. എന്നാൽ നമ്മൾ അത് മത്സരത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാം. പൊതുവേദികളിൽ അതൊരു ഗാനമേള രൂപത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. പല വേദികളും മോയിൻകുട്ടിയുടെ പാട്ടുകളൊക്കെ സ്വീകാര്യമാണ്. അതെ പാട്ടുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ചെറുപ്പത്തിൽ കേട്ടു വന്നിരുന്ന പാട്ടുകള്, എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പാട്ടുകള് ശബ്ദം. ഒരു 60, 70, 80 മാപ്പിളപ്പാട്ടിന്റെ വളർച്ച, പ്രത്യേകിച്ചും ഈ ഗൾഫൊക്കെ നന്നായിട്ട് പച്ച പിടിച്ച ആ കാലഘട്ടങ്ങളിലാണ് മാപ്പിളപ്പാട്ടിന്റെ സുവർണ്ണകാലം എന്ന് പറയും. അപ്പൊ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പാട്ടുകൾ പീർ മുഹമ്മദ് സാഹിബ്, അതേ ഉച്ചസ്ഥായിയിൽ തലശ്ശേരി ഉച്ചസ്ഥായിലുള്ള പാട്ടുകാരുണ്ട്. നമ്മൾ ചെറിയ ശബ്ദത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ പാടിപ്പടിച്ചതൊക്കെ ഏറെക്കുറെ അദ്ദേഹത്തിൻ്റെ അതായിരുന്നു. അപ്പോൾ പൊതുവേദികളിൽ ഞാൻ അധികം പാടാറുള്ളത് മുഹമ്മദിന്റെ പാട്ടുകളാണ്. മത്സര രംഗത്ത് അധികം ഞാൻ പാടാറുള്ളത് പാട്ടാണ്. അപ്പോൾ പിന്നെ പ്രേക്ഷകർക്കായിട്ട് പീർ മുഹമ്മദ് സാഹിബിന്റെ ഒരു പാട്ടിന്റെ പാട്ട് രത്നമാല മാറിൽ ചാർത്തി മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം, മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം
മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം താമരപ്പൂവിൻ്റെ പൊരുത്തമാളിയും മാറിലിട്ട് ഓമനപ്പിന്നിൻ്റെ മാറി എത്തും ചാരത്ത് ഓമനപ്പിന്നിൻ്റെ മാറി എത്തും ചാരത്ത് കല്ലു വെച്ച രത്നമാല മാറി ചാത്തി മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം മാതകർക്കെന്നും വിളിച്ച് മാതകർക്കം ആർമൊലിച്ച് മാരനൊപ്പം ചേരും നേരം പെണ്ണിനിന്റെ സീനത്തിൽ മണിയറക്കുള്ളിൽ വസിത്ത് മധുരത്തിൽ കലിയും നുണച്ച് മയങ്ങും നേരം സുന്ദരാങ്കി പിന്തരാഗത്ത് തനതുണ്ട് 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 തനതനനാ കല്ലു വെച്ച രത്നമാല മാറി ചാത്തി മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം മാതളപ്പൂ പോലെ പിന്നെ ചിരിക്കും നേരം. പക്ഷെ വളരെ സന്തോഷം. ഈ ഒരു ഊർജവും ഈ ഒരു ശബ്ദവും ഒരുപാട് കാലം നമുക്ക് ആസ്വദിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ അതുപോലെ പാട്ടൊക്കെ കേട്ടു. ഇനി മറ്റൊരു ചോദ്യമുള്ളത്, എന്താണ് ഈ മാപ്പിളക്കലകളും മാപ്പിളപ്പാട്ടും തമ്മിൽ വല്ല വ്യത്യാസമുണ്ട്? എന്താണ് അത്? മാപ്പിളക്കലകൾ മാപ്പിളപ്പാട്ടുകൾ. മാപ്പിളക്കലകള് മാപ്പിളപ്പാട്ട്. മാപ്പിളപ്പാട്ടാണ് ശരിക്കൊരു ആ പാട്ടിൻ്റെ ചില ദൃശ്യ ആവിഷ്കാര രൂപങ്ങളാണ് കലകളാണ്. ഉദാഹരണമായിട്ട് ഒരു കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു മോഡലാണെങ്കിൽ അതിൽ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഒപ്പനകൾ അത് ഒക്കെയാണല്ലോ. ആണുങ്ങളുടെ ഒപ്പനകൾ വട്ടപ്പാട്ട്, സ്ത്രീകളുടെ ഒപ്പനക്ക് അത് ഒപ്പന എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഇതിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് പുരാതന കാലത്ത് കല്യാണ വീടുകൾ തലേന്നൊക്കെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും മണവാട്ടിയെ സന്തോഷിപ്പിക്കാൻ കൈ കൊട്ടിപ്പാടുമായിരുന്നു. ആ പാട്ട് രൂപം പിന്നെ വേദിയിലേക്ക് ഒരു കലാരൂപത്തിൽ വന്നതാണ്. അതിനൊരു ശാസ്ത്രീയ ഭാഷ വന്നു അല്ലേ? ഇനി പിന്നെ പറയുന്ന ഒന്ന് മാപ്പിള കലകളിൽ ഒന്ന് അറവനമുട്ടും ദഫ്മുട്ടുമാണ്. അറവനമുട്ടും ദഫ്മുട്ടും അല്ല, ഈ രണ്ട് കലാരൂപങ്ങളും സത്യത്തിൽ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധമുള്ളവയല്ല. അത് ബൈത്തുകളാണ് അറിയിച്ചിട്ടുള്ളത്. അതല്ല, ഈ കലാരൂപം രണ്ടും ഈ ഒരു അറേബ്യൻ സംസ്കാരമായിട്ട് എന്തെങ്കിലും ബന്ധമോ? അല്ല, അങ്ങനെയല്ല. അതിന്റെ ചരിത്രം എന്താണെന്ന് വെച്ചാല് ദഫ്മുട്ടും അറബനമുട്ടും നമുക്കിടയിൽ വരുന്നത് പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിൽ ഈ എന്താ പറയാ ഈ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും അല്ലെങ്കിൽ മുഹിയുദ്ദീൻ ഷെയ്ഖിനെ പോലെ സൂഫിവര്യന്മാരെ ആ രീതിയിൽ ഹാജരാക്കാൻ വേണ്ടി ഇങ്ങാണ്ട് റാത്തീവൊക്കെ നടത്തിയിരുന്നു, ഉത്തറാത്തീവ്. അപ്പൊ ഇതിന്റെ പശ്ചാത്തലങ്ങളിൽ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാനാണ് ഈ എന്താ പറയാ ദഫും ഒക്കെ റവനെയൊക്കെ കുട്ടിയിരുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഷെയ്ഖിനെ നമ്മള് ആ സദസ്സിൽ ഹാജറാക്കിയിട്ട് എന്താണോ നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ദഫും പറവനമുട്ടും മാപ്പിള കലകൾ ഉൾപ്പെടുത്താമെങ്കിലും മാപ്പിളപ്പാട്ടിൽ അതിന് ഭാഗമില്ല. ഇനി അടുത്തതൊന്ന് കോൽക്കളിയാണ്. കോൽക്കളി സത്യത്തില് നമുക്ക് കല്യാണങ്ങൾക്ക് അവതരിപ്പിക്കാറുണ്ടെങ്കിലും അത് ശരിക്കും മുമ്പൊക്കെ മാപ്പിളമാർക്കില് ഒരു ആയോധന കലകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ അവരൊന്നൊരു ആസ്വാദനത്തിന് വേണ്ടിയിട്ടാണ്, മെയ്വഴക്കത്തിനൊക്കെ വേണ്ടിയിട്ടാണ്
ഒക്കെയാണ് കോൽക്കളി അഭ്യസിച്ചെന്ന് പറയും. കോൽക്കളി മാപ്പിളമാർക്ക് മാത്രമല്ല അറിയ സമുദായക്കാർക്കുണ്ട്, പല ജാതി മതക്കാരും കോൽക്കളി ഉണ്ടാക്കുന്നു. പക്ഷേ നമ്മൾ മത്സര വേദികൾ ഉപയോഗിക്കുന്നതും ഒരു മാപ്പിള കോൽക്കളിയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കലാരൂപങ്ങൾ. പക്ഷേ കോൽക്കളിയിൽ മാപ്പിളപ്പാട്ട് ഉപയോഗിക്കാറുണ്ട്. കോൽക്കളിയിലും വട്ടപ്പാട്ടിലും ഒപ്പനയിലും മാപ്പിള പാട്ടുകളാണ് ഉപയോഗിക്കുന്നത്. ദഫ്മുട്ടും അറവനമുട്ടും അതിന് പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ട ഷെയ്ഖുമാർ അവരുടേതായ അവരുടെ അവദാനങ്ങൾ വിളിച്ചോതുന്ന ബൈത്തുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ പല ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരുവിധം പിന്നെ മാലപ്പാട്ടായാലും എന്തായാലും ഒരു ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ ആ പഴയകാല ഇത് രചനയെ ആസ്പദമാക്കിയിട്ടാണ് കൂടുതലും മാപ്പിളപ്പാട്ടിൽ അല്ലേ? പഴയകാല ഇപ്പോൾ മോയിൻകുട്ടി വൈദ്യരുടെ പാട്ട് ആസ്പദമാക്കിയിട്ടാണ് ഒരുപാട് സംഗതികളൊക്കെ വന്നിട്ടില്ല. ഇപ്പോൾ സുനിൽ മുനീറും ബദറുൽ മുനീറും മറ്റൊരു നാടകമായിട്ട് വന്നു, ഉസ്മാൻ ജമാൽ മദനി മുനീർ നാടകമായിട്ട് വന്നു. അങ്ങനെ ഒരുപാട് രചനകൾ ആസ്പദമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴയകാല എഴുത്തുകാരും മാപ്പിളപ്പാട്ടിലെ പുതു എഴുത്തുകാരും തമ്മിലുള്ള ഒരു പഠനം തമ്മിലൊരു താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്താണ് പുതിയ കാലത്തെ പുതിയ പ്രവണതകൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? താങ്കൾ ചോദിച്ച് വളരെ പ്രസക്തമായ അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം. അപ്പോൾ നമ്മളൊക്കെ ഒരു കാലഘട്ടം ഒരു 1990കളുടെ അവസാനത്തിലും 2000ന്റെ ആദ്യത്തിലും ഒക്കെ ജീവിക്കുന്നത്. മുഹ്യിദ്ദീൻ മാല ഈ അടുത്ത കാലത്ത് അതിൻ്റെ 400ാം വർഷം ആഘോഷിക്കുകയുണ്ടായി. അന്നത്തെ ഇത്ര കണ്ടിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല എന്നിട്ട് പോലും മുഹ്യിദ്ദീൻ മാല നമുക്കിടയിൽ സജീവം ജനകീയമായിട്ടാണ്. അതേപോലെ മൊയ്ൻകുട്ടി വൈദ്യര് 20ാമത്തെ വയസ്സിലാണ് അദ്ദേഹം 16ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതുന്നു. അതിൻ്റെ ഏറെക്കുറെ ഒരു 20 ഒക്കെ വയസ്സിലാണ് അദ്ദേഹം ബദറുൽ മുനീർ ഉസ്മാൻ ജമാൽ എന്നുള്ള കാവ്യം രചിച്ചത് പുറത്തു വരുന്നത്. ഇതൊരു പ്രേമകാവ്യമായിരുന്നു. പിന്നെ 24ാമത്തെ വയസ്സിൽ അദ്ദേഹം ബദർ രചിച്ചു. 27ാമത്തെ വയസ്സിൽ അദ്ദേഹം ഉഹുദ് പടപ്പാട്ട് രചിച്ച് പുറത്തിറങ്ങിയ വർഷങ്ങളാണ് പറയുന്നത്. രചിക്കാൻ വർഷങ്ങൾ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു 31-32 വയസ്സിൽ അദ്ദേഹത്തിൻ്റെ മലപ്പുറം പടപ്പാട്ട്. അങ്ങനെ അദ്ദേഹം ഹിജ്റ എന്നുള്ള ഒരു കാവ്യം 26 ഈശ്വരികളാണ് അദ്ദേഹത്തിന് പൂർത്തിയാക്കാൻ കഴിഞ്ഞുള്ളൂ. ആ 39ാമത് അദ്ദേഹം മരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ഉണ്ണി മുഹമ്മദ് വൈദ്യരാണ് കാവ്യം പൂർത്തിയാക്കിയത്. ഞാൻ പറഞ്ഞു വരുന്നത് കേവലം ഒരു 39 വയസ്സ് വരെ ജീവിച്ചൊരു വ്യക്തി ഏറെക്കുറെ അതിൻ്റെ ഒരു 20 വർഷത്തെ ഉള്ള അദ്ദേഹത്തിന്റെ കാവ്യ രചന 1000-ലധികം പാട്ടുകൾ എഴുതി. അത് ഇന്നും നമ്മുടെ സമൂഹത്തിൽ പ്രസക്താണ്. മാപ്പിളപ്പാടിന്റെ വേദി എന്ന് പറഞ്ഞാൽ മൊയ്ൻകുട്ടി വൈദ്യരെ ഒഴിച്ചു നിർത്തിയുള്ള മാപ്പിളപ്പാടിന്റെ വേദി. പക്ഷെ ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്, മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ പോലും അത്യാവശ്യം എഴുതുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് നമ്മുടെ മുമ്പിൽ സജീവമായി നിൽക്കുന്ന ഒരു മാപ്പിളപ്പാട്ട് എഴുത്തുകാരൻ ആര്? അല്ലെങ്കിൽ നല്ലൊരു പാട്ടേത്? ഇപ്പോഴും മാണിക്യ മലരായി പോലുള്ളൊക്കെ നമ്മൾ സിനിമയിൽ എടുത്തുപയോഗിക്കുന്ന ജനകീയമാകുന്നതിന്റെ പഴയ വലിയ വ്യത്യാസങ്ങളൊന്നും. അപ്പോ സത്യത്തിൽ നമുക്ക് മുമ്പിൽ ഇപ്പൊരു ശൂന്യാണ് എന്നുള്ളതാണ് കാര്യം. അതാണ് അതിൻ്റെ. എന്നിരുന്നാലും കൂടുതൽ തനത് മാപ്പിളപ്പാട്ട് രചനയിൽ ഇപ്പോൾ കേരളത്തിൽ ഉള്ള പ്രശസ്തരായ ഒരു കവികള് കാലഘട്ടം വരെ നമ്മുടെ മൊയ്ൻകുട്ടി വൈദ്യര്, പുലിക്കോട്ടിൽ ഹൈദര്, അതേപോലെ നമ്മുടെ ഉണ്ണി മുഹമ്മദ്, ഇങ്ങനെയുള്ള പൂർവ്വസൂരികളായ പാട്ടുകളിൽ ആണ് മത്സരങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ നമ്മുടെ സർക്കാരിന്റെയും മറ്റ് യൂണിവേഴ്സിറ്റിയൊക്കെ അതിന്റെ മാനുവലിൽ നിന്ന് പുതുക്കിയതിനു ശേഷം പുതിയ തലമുറ പാട്ടുകാരുടെ പാട്ടുകളും ആർക്കും പാടിയിട്ട് മാപ്പിളപ്പാട്ട് ലക്ഷണം മൊത്താൽ അതിന് പ്രൈസ് കൊടുക്കണമെന്നാണ് നിയമം. അപ്പൊ അത് പ്രകാരം OM കരുവാരൂർ, ബദറുദ്ദീൻ പാറന്നൂർ, അതേപോലെ ഏറ്റവും കുറെ ഇവരാണ്. ഇനിയുണ്ട് ഒറ്റപ്പാട്ട് എഴുതുന്ന ആളുകളൊക്കെ ഇപ്പോഴും കുറെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഏറ്റവും നമ്മൾ ഒറ്റയടിക്ക് ചോദിക്കുമ്പോൾ പറയാവുന്ന പേരുകൾ. വളരെ സന്തോഷം. അപ്പോൾ ഇനി പിന്നെ ചോദിക്കാനുള്ളത്, എന്താണ് ഈ മാപ്പിളപ്പാട്ടിൻ്റെ മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്ര അന്വേഷകർക്കും അതുപോലെ തന്നെ അതിൽ റിസർച്ച് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ ഗായകർക്കൊക്കെ പുതു ഗായകർക്കും ഇപ്പോൾ പുതിയ തലമുറ
വളർന്നു വരുന്ന കുറേ പേരുണ്ട്. അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് പണ്ടത്തെ പോലെയല്ല, ഒരുപാട് സാധ്യതകളുണ്ട്. എന്നിരുന്നാലും വഹീദ് മാഷ്ക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം എന്താണ് ഈ പുതിയ ഗായകർക്ക്? മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും മുഴങ്ങി കേൾക്കുന്ന വലിയ ഒരു ശബ്ദമാണ് സങ്കര ഭാഷകൾ. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ അന്നത്തെ സാഹചര്യം പ്രസക്തമാണോ എന്നുള്ള അത് നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മുടെ പൂർവ്വസൂരികളായ ഒരുപാട് ആളുകൾ ചെയ്തു വെച്ച കുറേ കാര്യങ്ങൾ പിന്തുടർച്ച അവകാശക്കാർ മാത്രമാണ് നമ്മൾ. അങ്ങനെ തന്നെ വെട്ടിമാറ്റിയിട്ട് നമുക്ക് പുതിയൊരു സംരംഭത്തിലേക്ക് പോകാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് പുതിയ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പഴയ പൂർവ്വസൂരികളായ ആളുകളുടെ രചനകളും പാട്ടുകളും ഒക്കെ ഇന്നും സമൂഹത്തിൽ പ്രസക്തമാണ്. അപ്പം അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. പഴയത് അപ്പടി വെട്ടിമാറ്റിക്കൊണ്ട് പുതിയൊരു തലത്തിലേക്ക് നമുക്ക് ഒരിക്കലും പോകാൻ കഴിയില്ല. അപ്പോൾ പഴമയിൽ നിന്നും നമ്മൾ പുതുമ ഉണ്ടാക്കണം എന്നുള്ളൊരു സന്ദേശമാണ് ഈ സമയത്ത് പ്രചോദനം. ഇതിലിപ്പോൾ മാപ്പിളപ്പാട്ടിൽ ഒരു ശാസ്ത്രീയമായ പാഠശാലകളുണ്ടോ, അതോ പിന്നെ ഇത് ഇങ്ങനെ കേട്ട് പതിഞ്ഞ് അല്ലെങ്കിൽ ചെറിയ ഇത് ശരിക്കും ശാസ്ത്രീയമായി പഠിക്കാനുള്ള അവസരങ്ങളുണ്ടോ? ശാസ്ത്രീയമായ പാഠശാല എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതായത് പാട്ടിന്റെ അതായത് മാപ്പിളകല അക്കാദമികളോ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഈ മാപ്പിള കലകളെ കുറിച്ചും മാപ്പിള പാട്ടുകളെ കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു കൊണ്ടോ? ഇപ്പൊ അതില് സർക്കാരിന്റെ സഹായത്തോടെ നടത്തുന്നത് കേരള മാപ്പിളകല അക്കാദമി, വൈദ്യർ സ്മാരക മാത്രമാണ്. വൈദ്യർ സ്മാരക മാപ്പിള അക്കാദമിയാണ് സർക്കാരിന്റെ സഹായത്തോടെ നടന്നു വരുന്നത്. അവിടെ എന്താണ് ഇതേപോലെ രഹസ്യമായ രീതിയിൽ മാപ്പിളപ്പാട്ടായാലും എന്താ പറയുക, നമ്മുടെ കോൽക്കളി, വട്ടപ്പാട്ട്, ഇതൊരു റെസിഡൻഷ്യൽ ഒരു 10-15 ദിവസത്തെ കോഴ്സ് അവിടെ നടത്താറുണ്ട്. അതിൻ്റെ ഏറെക്കുറെ ഒരു രൂപം മാത്രമാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇനി താങ്കൾ ചോദിച്ചത് മറ്റൊരു കാര്യം കൂടെ അതിൽ അത് അന്തർലീനമായിട്ടുണ്ട് നിങ്ങളുടെ ചോദ്യം. അത് മറ്റൊന്നാണ് സംഗീതത്തെക്കുറിച്ചാണ്. മുമ്പൊക്കെ ഒരു ട്രഡീഷണലായിട്ട് പാടിപ്പോന്നിരുന്ന പാട്ടുകൾ, അതായത് ഒരു നാടോടിപ്പാട്ടിൽ നാടൻ പാട്ട് ഗണത്തിൽ പെടുത്തിയിരുന്നാണ് മാപ്പിളപ്പാട്ടുകൾ. പിന്നീട് പല സംഗീതജ്ഞരും അത് സംഗീതത്തിലെ രാഗങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ചിട്ടപ്പെടുത്തി തുടങ്ങിയ മാപ്പിളപ്പാട്ടുകൾ. മനസ്സിലായത്? അപ്പോൾ അത് കൂടെ വന്നപ്പോൾ ഒരു മാപ്പിളപ്പാട്ട് ഒരു ശാസ്ത്രീയ മാനം വന്നു. ജാതി മത വർഗ ഭേദമന്യേ മാനം വന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് സംഗീതം കൂടെ ഇതിന് അപ്ലൈ ചെയ്തുകൊണ്ടാണ് പല പാട്ടുകളും പല സംഗീതത്തിലും ഇപ്പോൾ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നത്. ട്രഡീഷണൽ പാട്ട് പോലും രാഗാധിഷ്ഠിതമായിട്ട് പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നു. വളരെ സന്തോഷം. ഇത്രയും നേരം വിലപ്പെട്ട നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ ഇന്ന് മാപ്പിളപ്പാട്ടിനെ കുറിച്ചും അതിൻ്റെ ചരിത്രവും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഒരു കുട്ടികൾക്ക് വളരെ ഉപയുക്തമാവുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വഹീദ് സാറ് നമ്മളോട് പങ്കുവച്ചു. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വ്യക്തികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.